ഹായ് ഓൾ, എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ ഓക്കെ ആയിട്ട് പോകണു. ഇത് കുറേ ദിവസം മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. പല തിരക്ക് കാരണം എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുത്തു. കുറേ ദിവസമായിട്ട് മന്തി കഴിക്കണമെന്ന് ഭയങ്കര ഒരാഗ്രഹമായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ മന്തി ഉണ്ടാക്കിയപ്പം സക്സസ് ആയി. ആ ഒരു ബലത്തിൽ ഞാൻ ഓർത്ത് ഇന്നൊരു മന്തി ഉണ്ടാക്കിയേക്കാന്ന്. അപ്പം ഞാനും ഉണ്ണിച്ചനും ദേവിച്ചേച്ചിയും കൂടെ രാവിലെ ഷാരി പോയിട്ട് ഒരു ചിക്കനൊക്കെ മേടിച്ച് മന്തി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. ചില ദിവസങ്ങളിലെ കുക്കിങ് ചിലപ്പം പാച്ചാളിയൊക്കെ ആകാറുണ്ട്, ചിലപ്പം നല്ല സക്സസ് ആകാറുണ്ട്. ആദ്യത്തെ ദിവസം മന്തി ഉണ്ടാക്കിയപ്പം ഞാൻ ഓപ്പണായിട്ട് റൈസ് വേവിച്ചിട്ടാണ് ചിക്കൻ സെപ്പറേറ്റ് വെച്ച് പിന്നെ കുക്ക് ചെയ്തെടുക്കുമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് തോന്നി, എനിക്ക് ബിരിയാണി വെക്കണമെങ്കിൽ അങ്ങനത്തെ റൈസൊക്കെ വെക്കണമെങ്കിൽ കുക്കർ വെക്കുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ. അപ്പം ഇന്ന് കുക്കർ വെച്ചൊരു മന്തി ഉണ്ടാക്കിയേക്കാണെന്ന് കരുതി തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. അമ്മമ്മ രാവിലെ ഗരം മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ ഗരം മസാല വെളിയിൽ നിന്ന് വാങ്ങിക്കാറില്ല, അമ്മമ്മ അതെല്ലാം വീട്ടിൽ പൊടിച്ചു തരും. അങ്ങനെയാണ് നമ്മൾ ഗരം മസാല യൂസ് ചെയ്യുന്നത്. എനിക്കെന്തോ വെളിയിലത്തെ ഗരം മസാല ഇഷ്ടപ്പെടാറില്ല. അമ്മയാണ് പണ്ട് മുതലേ ഇവിടെ മസാലപ്പൊടി ഉണ്ടാക്കി തരാറ്. പിന്നെ ഒരു സൈഡിൽ കൂടെ ദേവി ചേച്ചി പഠിക്കുന്നുണ്ട്. ഇന്നത്തെ മന്തിയിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയ ചട്നി ആയിരുന്നു കേട്ടോ. മന്തി നല്ല ഫ്ലോപ്പായിരുന്നു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ചെറിയൊരു കയ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതെന്താന്ന് വഴിയേ മനസ്സിലാകും. ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് മെയിൻ എന്ന് പറയുന്നത് എല്ലാ ഇൻഗ്രീഡിയൻസും പ്രോപ്പറായിട്ട് ഇടുമ്പോഴാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മന്തി വെച്ചപ്പം പല ഫ്ലോപ്പുകളും കാണിച്ചു. അതെന്താന്ന് എനിക്കും അറിയില്ല. ചില സമയങ്ങളിൽ അങ്ങനെയാന്നേ, മറവിയൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര മറവിയായിട്ട് ചിലപ്പോൾ തോന്നാറുണ്ട്. ഞാൻ ആദ്യം ഈ ചിക്കൻ എല്ലാം കൂടെ ക്ലീൻ ചെയ്തിട്ട് ചിക്കനിട്ട് കുറേ ചന്നം പിന്നെ കുറേ ഇടിയൊക്കെ കൊടുത്ത് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് മസാല തേച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി. എൻ്റെ സ്വന്തം കുക്കിംഗ് ആണ് കേട്ടോ. നിങ്ങൾ ആരും കണ്ട് ഇതുപോലൊന്നും ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്ലോപ്പായ കഥയാണിത്. എപ്പോഴും സന്തോഷമുള്ള കഥയും ഹാപ്പിയും മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ജീവിതത്തിലെ ഫ്ലോപ്പായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇന്ന് പിന്നെ നമുക്ക് പ്രശ്നമില്ല. കാരണം എന്താ, ഇന്ന് എനിക്ക് ഓഫാണ്, മക്കൾക്കും ഓഫാണ്. അപ്പം ഇതുപോലുള്ള റൈസൊക്കെ വെക്കുമ്പോഴത്തേന് ഞാൻ എന്ത് വെച്ച് കൊടുത്താലും എന്നാന്നറിയത്തില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ണിക്കുട്ടനും ദേവി ചേച്ചിയും പറയും, അമ്മ സൂപ്പർ അമ്മയെന്ന്. ആ ഒരു സപ്പോർട്ടും ആ ഒരു പ്രചോദനമാണ് ഞാൻ വീണ്ടും ഇതുപോലുള്ള പരിപാടികളൊക്കെ ഒപ്പിച്ചു വെക്കുന്നത്. അങ്ങനെ മന്തിക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ച്, ഇതെൻ്റെ രണ്ടാമത്തെ മന്തിക്കഥയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യത്തെ മന്തിയുടെ കഥ ഓൾറെഡി ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ എഡിറ്റിങ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനായിട്ട് അപ്ലോഡ് ചെയ്യാത്തത്. പക്ഷേ അതിനു മുമ്പ് ഞാൻ രണ്ടാമത്തെ മന്തിക്കഥയാണ് ഇറക്കുന്നത്. ഇതൊക്കെ പറഞ്ഞാലും എനിക്കാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ ഭയങ്കര ഒരു മടുപ്പാന്നേ. കാരണം എന്നാന്ന് എനിക്കറിയത്തില്ല. കാരണേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേന് അത് അത്യാവശ്യം കുറച്ച് പേരെങ്കിലുമൊക്കെ കാണുമ്പം മനസ്സിനൊരു സുഖമുണ്ട്. അതേസമയം ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പം അങ്ങനെ അത്ര വ്യൂവേഴ്സ് ഒന്നും കാണാതെ വരുമ്പം നമുക്ക് എന്തോ ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ വീഡിയോസൊക്കെ എടുത്തു വെക്കുമ്പം പിന്നീട് പിൽക്കാലത്തൊരു മെമ്മറി ആണല്ലോ. അതുമല്ല, നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും കാണുമല്ലോ, അവരുടെ ഒരു സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെയും ഞാൻ ഓർക്കുന്നത് വീഡിയോസ് ഇട്ടേക്കാം. ഇങ്ങനത്തെ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പം കിച്ചൺ ഫുള്ളായിട്ട് ഞാൻ അങ്ങ് ഏറ്റെടുക്കും. അല്ലെങ്കിൽ ഞാൻ കിച്ചൻ്റെ സൈഡിലോട്ട് കയറാറില്ല കേട്ടോ. ഞാൻ ഓൾറെഡി പണ്ടത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അമ്മമ്മയോ അച്ഛമ്മയോ ഒക്കെ ഉള്ളപ്പം അവരാണ് എല്ലാം ചെയ്തു തരുന്നതെന്ന്. രാവിലെ എഴുന്നേൽക്കുന്നു, ഫുഡ് റെഡിയാക്കി വെക്കുന്നു, കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. വലിയ പണിയൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കില്ല കേട്ടോ. പിന്നെ ഇവരൊക്കെ കൂടെ ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ഇങ്ങനത്തെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ കിച്ചണിലോട്ട് കയറുന്നത്. പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിന് ഒരു ബർണറിന് ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. ഒരു ബർണറിനല്ല, 2 ബർണറിനും ഉണ്ട്. ഒരു ബർണർ, ഇപ്പോൾ കുക്കർ ഇരിക്കുന്ന ബർണറിന് ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുമായിരുന്നു. അപ്പം ഞാൻ അതൊന്നെടുത്ത് ക്ലീൻ ചെയ്ത് അതൊന്നും കൂടെ ഇട്ടപ്പോഴാണ് കുറച്ചും കൂടെ ഓക്കെ ആയത്. നിങ്ങളെല്ലാവരും എങ്ങനെയാണ് മല്ലിയില വാഷ് ചെയ്യാറ്? ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് വാഷ് ചെയ്യുന്നത്. ചില സമയത്ത് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വാഷ് ചെയ്യും. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ഞാൻ രാവിലെ ഷാരി പോയായിരുന്നു. എൻ്റെ മറവ് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. വാങ്ങിക്കാനേ മറന്നുപോയി. പണ്ട് ഞാനും പിള്ളേരും കൂടി അമ്മമ്മയ്ക്ക് മീൻകറി വെക്കണമെങ്കിൽ എണ്ണ വേണമായിരുന്നു. എണ്ണ മേടിക്കാൻ പോയിട്ടോ എണ്ണ മേടിക്കാൻ മറന്നുപോയി. ബാക്കി സാധനം എല്ലാം മേടിച്ച് വന്ന കഥയുണ്ട്. അങ്ങനെ എനിക്കറിയത്തില്ല, ഞാൻ ഭയങ്കര മറവിയാണ്. ഈ മറവി മാറാൻ എന്താണ് ചെയ്യേണ്ടത് അതും എനിക്കറിയത്തില്ല. ഈ യോഗയൊക്കെ ചെയ്യുമ്പോൾ ഇത്ര മറവി വരരുതെന്നാണ് യോഗ ട്രെയിനർ പറയുന്നത്. പക്ഷേ എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര മറവിയാന്നേ. ഇത് പോകാൻ എന്താ ചെയ്യണ്ടേ?
നീ പ്രായം കൂടുന്നതുകൊണ്ടാണോ? ഞാൻ സമ്മതിക്കത്തില്ല. അമ്മമ്മ പറയാറുണ്ട്, നമ്മുടെ ശരീരത്തിന് പ്രായമായാലും നമ്മുടെ മനസ്സിന് പ്രായമായെന്ന് സമ്മതിക്കരുതെന്ന്. അത്ര ആക്റ്റീവും അത്ര സ്ട്രോങ് ആയിട്ടിരിക്കണമെന്ന്. സമ്മതിക്കണ്ടേ? മറവി സമ്മതിക്കത്തില്ല. അതാണ് ഇന്നത്തെ എൻ്റെ മന്തിക്കഥ ഫ്ലോപ്പ് ആകാനുള്ള മെയിൻ റീസൺ എൻ്റെ മറവിയാണ്. എന്തായാലും ഞാൻ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തു. ഇച്ചിരി എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തു എന്ന് വേണേൽ പറയാം. അത് കഴിഞ്ഞ് അത് മാറ്റി വെച്ചിട്ട് അതിനകത്തോട്ടാണ് ഈ വെജിറ്റബിൾ എല്ലാം കൂടി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തു. അതിൻ്റെ ഒപ്പം ഉപ്പ് ഇട്ട് റൈസ് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ചിക്കനിൽ എല്ലാം മസാല ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച സമയത്ത് തന്നെ ഈ ക്യാപ്സിക്കവും ഈ സവാളയും തക്കാളിക്കയും കൂടെ ചേർത്ത് ഒന്ന് വെച്ചാൽ മതിയായിരുന്നു. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വേവിച്ചെടുക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആദ്യത്തെ തവണ ഞാൻ അങ്ങനെ ആയിരുന്നു ചെയ്തത്. ഈ പ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ഇങ്ങനായിപ്പോയി. എനിവേ ചിക്കൻ റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ അരി ക്ലീൻ ചെയ്തിട്ട് അരി ഇടാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ദേവക്കുട്ടിനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവു അവിടെ നിന്ന് ഓരോരോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. സയൻസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവക്കുട്ടി നേരത്തെ ട്യൂഷന് പോകുന്നുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പോൾ ട്യൂഷൻ പരിപാടി അങ്ങ് നിർത്തി. കാരണം ട്യൂഷനും എല്ലാം കൂടെ നമുക്ക് സെറ്റാകുന്നില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഇരുന്ന് പഠിക്കാമെന്നോർത്ത്. എന്നാന്ന് പറഞ്ഞാലും എല്ലാ ദിവസവും എനിക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ടതുകൊണ്ട് കൂടെ ഇരുന്ന് പഠിപ്പിക്കാനുള്ള ഒരു സാവകാശവും കിട്ടുന്നില്ല. കാരണം ഞാൻ ആഫ്റ്റർനൂണൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. പിന്നെ ദേവുമോള് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ ഉടനെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ആഫ്റ്റർനൂൺ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പഠിപ്പിച്ചെന്ന് പോലും എനിക്ക് നോക്കാനുള്ള സമയം കിട്ടാറില്ല. കണ്ടോ, ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇട്ടത് ലാസ്റ്റാണ്. അതും എൻ്റെ മറവിയുടെ ഒരു കാരണമാണ്. റൈസെല്ലാം ഇട്ട് സെറ്റാക്കി കഴിഞ്ഞപ്പോഴാണ് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്ത്. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മാഗി ക്യൂബ്സില്ലേ അതിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. എനിവേ ഞാൻ കുക്കറൊക്കെ അടച്ചു വെച്ച് എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് അത് ഞാൻ ഇട്ടില്ലല്ലായിരുന്നു എന്ന്. പിന്നെ അടുത്ത ഫ്ലോപ്പാണിത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നാരങ്ങ പിഴിഞ്ഞു വെച്ചത് പോരാഞ്ഞിട്ട് സാധാരണ എല്ലാവരും ഡ്രൈ ആണ് നാരങ്ങ കട്ട് ചെയ്ത് ഇടാറ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഡ്രൈ നാരങ്ങ എടുത്തിരുന്ന കാര്യം ഞാൻ ഓർത്തില്ല. അത് നമ്മുടെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു, ഇട്ടില്ല. അതിന് പകരം ഞാൻ സ്ക്യൂസ് ചെയ്ത നാരങ്ങയുടെ തോട് തന്നെ കട്ട് ചെയ്തങ്ങ് ഇട്ടു. അതാണ് നമ്മുടെ മന്തിക്ക് കയ്പ്പ് വരാനുള്ള കാരണം. എനിവേ വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നുന്നു. കാരണം നാരങ്ങ മുട്ടിക്കിടന്നിടത്ത് മാത്രമേ ഉള്ളായിരുന്നു കയ്പ്പ്. മാഗി ക്യൂബ് ഇടാൻ ലേറ്റ് ആയതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ചോറെടുത്ത് നമ്മൾ ഇട്ടപ്പം മാഗി ക്യൂബ്സ് മെൽറ്റ് ആകാതെ അവിടെ ഇവിടെ എല്ലാം പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അതും ഒരു പ്രശ്നമായിരുന്നു. എനിവേ ചില ദിവസങ്ങളെ അങ്ങനെയാണേ. ചില കാര്യങ്ങൾ അടിപൊളിയാവും, ചില ദിവസങ്ങളെ എല്ലാം ഫ്ലോപ്പാവും. ഇതോ നോക്ക്, ഇപ്പോഴാണ് അടച്ചു വെച്ച കുക്കർ അതും കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് മാഗി ക്യൂബ്സ് ഇട്ടില്ലല്ലോ. എനിവേ അതെല്ലാം ഇട്ട് സെറ്റാക്കി. അങ്ങനെയല്ലേ നമ്മൾ വീണല്ലേ പഠിക്കുന്നത്. അപ്പോൾ നമുക്കത് അടുത്ത പ്രാവശ്യം റെഡിയാക്കാമല്ലോ. എന്തോ. പിന്നെ ഞാനും അമ്മമ്മയും കൂടെ, അമ്മമ്മ അവിടെ നിന്ന് തുണി മടക്കുമായിരുന്നു. ഞാനും അമ്മമ്മയും കൂടെ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു റീല് കണ്ട് ഒരു ചുമന്ന ക്യാപ്സിക്കം വെച്ച് ചട്നി ഉണ്ടാക്കുന്നത്. അപ്പം ഞാനോർത്ത് എൻ്റെയിലും നമ്മുടെ വീട്ടിലും ഉണ്ട് ചുമന്ന ക്യാപ്സിക്കം, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചട്നി ഉണ്ടാക്കിയേക്കാന്ന്. പക്ഷേ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മല്ലിയില ഇല്ലായിരുന്നു. ഇല്ലെങ്കിൽ എന്താ നമ്മളുള്ളത് വെച്ചങ്ങ് ഇടും. ഉണ്ണിച്ചേട്ടന് ശ്യാമപേമൽ മേടിച്ചു കൊടുത്താണ് ഈ സ്പൈഡർമാൻ്റെ ഡ്രസ്സ്. എൻ്റെ പൊന്നെ, അതൊന്ന് അലക്കാൻ പോലും തരത്തില്ല. സ്കൂളിൽ പോകാൻ നേരം അത് കുളിച്ചിട്ട് വേറെ ഡ്രസ്സ് ഇടുമ്പോൾ പറയുന്നത്, അമ്മമ്മേ ഇത് അലക്കാനിടല്ലേ, ഇത് വെച്ചേക്കണേ, ഞാൻ തിരിച്ചു വരുമ്പോൾ ഇടാനാണ്. അത്രയ്ക്കിഷ്ടമാണ് ആ ഡ്രസ്സിനോട്. പിന്നെ ഉണ്ടല്ലോ, ഇപ്പം ഞാൻ ആ വെള്ളം കുടിച്ച ബോട്ടിൽ കണ്ടല്ലോ, അതെനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ, ഹോസ്പിറ്റലിൽ നിന്ന്. ആ ബോട്ടിൽ കിട്ടിയതുകൊണ്ട് നല്ലൊരു ഉപകാരമുണ്ട്. ആ ബോട്ടിൽ വെള്ളം നിറച്ച് ടേബിളിൽ വെക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാവരും വെള്ളം കുടിക്കുന്നുണ്ട്. പണ്ടേ ഞങ്ങൾ വെള്ളം കുടിക്കാൻ മടിയായിരുന്നു. ഇപ്പം ഞാനും പിള്ളേരും ഒക്കെ അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല ഗുണം ആ ബോട്ടിൽ കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ക്യാപ്സിക്കം ചട്നി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ക്യാപ്സിക്കം ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒന്ന് നമ്മൾ സ്റ്റവിൽ വെച്ച് ഒന്ന് ചൂടാക്കും. അത് ഡയറക്റ്റ് ഫ്ലെയിമിലാണ് കേട്ടോ. ജസ്റ്റ് പടയെന്ന്, പക്ഷെ അത് കരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കറുത്ത് പോകുന്നതിന് മുമ്പായിട്ട് അതെടുത്തിട്ട് നമ്മൾ അത് ഞാൻ വെക്കുന്ന കണ്ടപ്പോഴത്തേനാണ് ദേവനന്ദയ്ക്ക് ഭയങ്കര ഒരു സർപ്രൈസ് പോലെ തോന്നി. ദേവനന്ദ ഓടിച്ചെന്ന് ഉണ്ണിച്ചേട്ടനെ വിളിച്ച് കാണിക്കുകയാണ് എന്താണ് സംഭവം എന്ന്. അങ്ങനെ ഞാൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്ലെയിമിനകത്ത് ഇങ്ങനെ കാണിച്ചിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ടു. പിന്നെ ചുവന്ന മുളക് ഇട്ടു. പിന്നെ നമ്മുടെ തൈര് ഏറെ ഇട്ടു. എരിവിന് ആവശ്യത്തിന് ചുവന്ന മുളക് ഇടാം കേട്ടോ. എനിക്ക് ആക്ച്വലി ഇവിടെ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് ഇപ്പം എനിക്ക് പിള്ളേരുടെ പോലും എരിവ് കൂട്ടാൻ പറ്റത്തില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ നെഞ്ചരിച്ചിൽ വരും ഒത്തിരി എരിവ് കൂട്ടിക്കഴിഞ്ഞാൽ. പിന്നെ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതായിരുന്നു നല്ലത്. നമ്മുടെ കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു.
പിന്നെ ഒരു ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു. സത്യം പറയട്ടെ, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല, അടിപൊളി സൂപ്പറായിരുന്നു കേട്ടോ. ഇതിനകത്ത് മല്ലിയിലയും കൂടി വേണം. മല്ലിയില നമ്മുടെ കയ്യിലില്ല. ഞാൻ കണ്ട റീലിനകത്ത് മല്ലിയിലയും കൂടി ഇട്ടിട്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഓർത്ത് ചിക്കൻ ഓൾറെഡി നമ്മൾ ഈ എന്താ പറയുക കുക്കറിൽ ഇരുന്നല്ലേ പിന്നെയും വേകുന്നത്, അപ്പം എരിവെങ്ങാനും കുറഞ്ഞാലോ എന്ന് കരുതി ഞാൻ കുറച്ച് കെച്ചപ്പും ചില്ലി ഫ്ലേക്സും കൂടി മിക്സ് ചെയ്തെടുക്കുക. അഥവാ ഇനി ചിക്കൻ ഇച്ചിരി എരിവ് കുറവാണെങ്കിൽ അതേ മുക്കിയാണെങ്കിലും കഴിക്കാമല്ലോ എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുക്കറൊക്കെ ഒരു വിസിലടിച്ചപ്പോൾ ഓഫ് ചെയ്തു. പിന്നെ എയർ പോകുന്നിടം വരെ വെയിറ്റ് ചെയ്തു. എയർ എല്ലാം പോയി കഴിഞ്ഞപ്പം സെറ്റായിട്ടെടുത്തു. സംഭവം റൈസൊക്കെ ഓക്കെ ആയിരുന്നു, ഒന്നും സംഭവിച്ചില്ല, എല്ലാം സെറ്റായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ മാഗി ക്യൂബ്സിൻ്റെ അത് മെൽറ്റ് ആകാത്തതിൻ്റെ ചെറിയൊരിതും പിന്നെ നാരങ്ങ മുട്ടിക്കിടന്നിടത്ത് ഒരു കയ്പും. കുഴപ്പമില്ലായിരുന്നു, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ദിവസം ഫ്ലോപ്പ് മന്തി ആണെങ്കിലും നമുക്ക് കഴിക്കാമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് മന്തി കഴിക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ എന്ത് വെച്ച് കൊടുത്താലും ഇവർ നല്ലതാന്ന് പറയുന്ന 2 മക്കളായതുകൊണ്ട് പിന്നെ എനിക്കൊരു പ്രചോദനമാണ് വീണ്ടും ഉണ്ടാക്കാനായിട്ട്. എനിവേ ഞാൻ എടുത്തു വെച്ച സമയത്ത് തന്നെ അതിനകത്തുനിന്ന് ആ ക്യൂബ്സിൻ്റെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ഞാനങ്ങ് മാറ്റിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിക്കാനുള്ള പരിപാടിയാണ്. അമ്മമ്മ മുട്ട കഴിക്കുമെങ്കിലും ചിക്കൻ കഴിക്കാറില്ല. പക്ഷെ ചിക്കൻ ഇട്ട മന്തി കഴിക്കാം, അതാണ് പോളിസി. എങ്ങനെ അമ്മമ്മേനെ നമ്മളങ്ങ് കൺവിൻസ് ചെയ്യുമല്ലേ, ഇത് കുഴപ്പമില്ല ചിക്കൻ ഇല്ല അമ്മമ്മേ എന്നൊക്കെ പറഞ്ഞ്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് കഴിച്ചു നോക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ദേവുക്കുട്ടാ ഉണ്ണിക്കുട്ടാ വാ നമുക്ക് കഴിക്കണ്ടേ എന്ന് പറയുമ്പോഴത്തേന് ദേവു ചേച്ചി ഉണ്ണിക്കുട്ടനും കൂടെ വരും കിച്ചണിൽ ഓരോ സാധനങ്ങൾ എടുത്തു വെക്കാനായിട്ട്. അങ്ങനെ ദേവുക്കുട്ടൻ വരുന്ന കാണുമ്പോൾ ഉണ്ണിക്കുട്ടനും വരും. പക്ഷേ ഇന്ന് എന്താണ്, ഉണ്ണിക്കുട്ടൻ കളിയുടെ ഭയങ്കര മൂഡിലായിരുന്നു. ദേവു ചേച്ചി ഓരോരോ സാധനങ്ങളായിട്ട് അങ്ങനെ കിച്ചണിൽ നിന്ന് എടുത്തൊക്കെ വെച്ച് പ്ലേറ്റ് എടുത്ത് വെച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ച് സഹായിക്കും കേട്ടോ. ഇടയ്ക്ക് പിന്നെ നമ്മളൊന്ന് ഓർപ്പിക്കുകയും ചെയ്യും, നമ്മളെ വെള്ളം കൂടെ എടുക്കാവോ, നമ്മളെ പ്ലേറ്റ് എടുക്കാവോ. അങ്ങനെ സഹായത്തിന് 2 ആളും എത്തും കേട്ടോ. പിന്നെ ദേവി ചേച്ചി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പം ഉണ്ണിക്കുട്ടിന് ഭയങ്കര നിർബന്ധം അത് ചെയ്യണമെന്നുള്ളത്. അപ്പം ഞാനും ഓർക്കും ചെയ്യട്ടെ, 2 ആളും ചെയ്തതൊക്കെ പഠിക്കട്ടെ എന്നോർക്കും. നമ്മൾ കുഞ്ഞിലെ എന്തെല്ലാം ചെയ്തിട്ടുണ്ടല്ലേ. എനിവേ ഞാൻ 2 ആളെ എപ്പോഴും ഇങ്ങനെ എൻകറേജ് ചെയ്യും, എല്ലാ കാര്യങ്ങളും അത് ചെയ്യുക ഇത് ചെയ്യുക. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. ഞാൻ അതുകൊണ്ട് കൂടുതലും അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ തന്നെ ചെയ്യാനായിട്ട് ഞാൻ അവരെ ചില സമയങ്ങളിൽ ഒരു ചെറിയ ഫോഴ്സ് കൊടുക്കാറുണ്ട്. അതെന്ന് വെച്ച് നമ്മളങ്ങ് വാശി പിടിക്കാറില്ല, പക്ഷേ അവർക്കത് ഇഷ്ടമാണ്. അല്ലാതെ ഞാൻ ചെയ്യില്ലമ്മേ അമ്മയ്ക്ക് എന്താ ചെയ്താൽ അങ്ങനൊരിതൊന്നും അവർ പറയാറില്ല. അവർ ഇപ്പം ഞാൻ പറയുമ്പോൾ അതും ഇതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നത് പലരും നാട്ടിൽ നിന്ന് കാണുന്നവരുണ്ട്, മസ്കറ്റിൽ നിന്ന് കാണുന്നവരുണ്ട്, വേറെ രാജ്യത്ത് കാണുന്നവരുണ്ട്. ഒരുപാട് പേരില്ലേലും കുറച്ച് പേര് നമുക്കിതിൻ്റെ അനലിറ്റിക്സ് ചെക്ക് ചെയ്യുമ്പോഴത്തേന് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം മസ്കറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മെസ്സേജ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് വീഡിയോ എടുത്തിടാം. ഓക്കെ, അത് എന്നെക്കൊണ്ട് ആകുന്ന പോലെ ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഇവിടുന്ന് പോയവരാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അതുപോലെ നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ. പിന്നെ ഫുഡെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് ഉണ്ണിക്കുട്ടനെ ഉടക്കാം. എന്തിനാ ഉടക്കുക എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഞാനിപ്പോൾ അത് ഓർക്കുന്നില്ല. അവിടെ ഇരിക്കാനോ ഇവിടെ ഇരിക്കാനോ അങ്ങനെ എന്തിനോ ആണ്. അതെ, ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുമ്പോൾ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇരിക്കുന്നതാണ്. അമ്മ അവിടെ ഇരിക്കണം, അമ്മ എന്താ ചേച്ചിയുടെ അടുത്തിരുന്നേ, അമ്മ എൻ്റെ അടുത്തിരിക്കണം, ഇതൊക്കെ തന്നെയാണ് പ്രശ്നം, എല്ലായിടത്തെയും പോലെ തന്നെ. അപ്പം ഓക്കെ, ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഓൾ. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ.